295 മേക്കപ്പ് കിറ്റോ എൻ്റെ അമ്മേ ഫ്ലിപ്കാർട്ടിൽ 295 ഞാനൊരു ബ്ലൂ ഹെവൻ്റെ മേക്കപ്പ് കിറ്റ് വാങ്ങിച്ചു. ഓഗസ്റ്റ് 30 എനിക്കത് ഡെലിവേർഡ് ആയത്. ഇന്ന് റൈറ്റ് സൈഡിൽ ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നില്ല ഫെസ്റ്റി മേക്കപ്പ് കിറ്റ് 8 നമ്പേഴ്സിൻ്റെ ഫേസ് കിറ്റ്. അത് പർപ്പിളിൽ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണ സമയത്ത് തലേദിവസം ഞാൻ എടുത്ത് നോക്കിയതാണ്. ഞാൻ കുറേ നാളുകളായി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണേ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും പർപ്പിളിലൊക്കെ. അന്നൊക്കെ ഇത് 400 350 അതിൻ്റെ ഇടയിലായിരുന്നു ഇത് കാണിച്ചുകൊണ്ടിരുന്നത്. 350 400 ഇടയിൽ. ഇത് ഞാനിപ്പോൾ തുറന്നപ്പോൾ തന്നെ കണ്ട എല്ലാ സാധനങ്ങളും തന്നെ എടുത്തത് എന്താണ് ബ്ലൂ ഹെവൻ ഗെറ്റ് ബ്രൈറ്റ് ലിക്വിഡ് ഫൗണ്ടേഷൻ. സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വളരെ ചെറുതാണ്, സൺസ്ക്രീനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, ഷീർ കവറേജ് ഉണ്ടെന്ന് പറഞ്ഞു, ലോങ് ലാസ്റ്റിംഗ് ആണ്. അടുത്തത് നമ്മുടെ ഐലൈനറാണ്. ഐലൈനർ ഭയങ്കര ചെറുതാണ്, എല്ലാം ഭയങ്കര ഇച്ചിരി മിനി പോലത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഐലൈനറിൻ്റെ ബ്രഷിൻ്റെ തുമ്പില്ലേ അത് ഭയങ്കര നൈസാണ്. നമുക്കൊരു വാലൊക്കെ എടുക്കാൻ ഭയങ്കര ഈസിയാണ്. വാട്ടർ പ്രൂഫാണ്, സ്മച്ച് പ്രൂഫാണ്, ലോങ് സ്റ്റേ ആണ്. ശരിക്കും ലോങ് സ്റ്റേ പോലെ എനിക്ക് തോന്നി കേട്ടോ. നന്നായി ഉരച്ചൊക്കെ കഴിയാലേ അത് പോവുള്ളൂ. പിന്നെ അടുത്തതാണ് കോമ്പാക്റ്റ് പൗഡർ. ഞാനിപ്പോൾ കുറേ നാളുകളായിട്ട് അടുപ്പിച്ചൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. വളരെ നല്ലതാണ്, വളരെ അടിപൊളിയാണ്. എന്നുവെച്ചാൽ അത് മണമൊന്നുമില്ല. പക്ഷേ എനിക്ക് ഓൾറെഡി എൻ്റെ മുഖത്തെ എല്ലാ മേക്കപ്പ് സാധനങ്ങളും അലർജിയാണ്. ഞാൻ അങ്ങനെയൊന്നും ഉപയോഗിക്കുക, അല്ലെങ്കിൽ കുഞ്ഞിലേ മുതൽ അലർജിയാണ് എല്ലാ സാധനങ്ങളും. പക്ഷേ ഇത് നമുക്ക് ഇപ്പോൾ നമുക്ക് ഇത്രയും വയസ്സൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ നമുക്കതൊക്കെ തേക്കാം എന്നൊക്കെ ഓർത്ത് അങ്ങനെ ഞാൻ വാങ്ങിച്ച് തേച്ചതാണ്. പക്ഷേ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. മുഖത്ത് വേറെ എൻ്റെ മുഖത്ത് അത്ര കാര്യങ്ങളൊന്നുമില്ല. ഇത് ഈ ഷിമ്മർ റേഡിയൻ ഫിനിഷാണ്. കോംപ്രസ് മാറ്റി ഫോമുലിന് ടു ടോൺ പേ ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ എനിക്കിതിനെക്കുറിച്ചുള്ള വലിയ ധാരണയൊന്നുമില്ല ഈ ബ്ലഷിനെ കുറിച്ചിട്ട്. പിന്നെ ഓരോ യൂട്യൂബേഴ്സ് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട് സൈഡിൽ ഈ കവിളിൻ്റെ അവിടെയും ഒക്കെ തേക്കുന്നതുകൊണ്ട് അതേപോലെയൊക്കെ ഒന്ന് തേച്ച് നോക്കിയതാണ്. അല്ലാതെ എനിക്കിതിനെക്കുറിച്ച് ഞാൻ തേക്കാറൊന്നുമില്ല. ഞാൻ അങ്ങനെ എന്നെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ വലിയ കല്യാണങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യങ്ങളൊക്കെ വരുവാണെങ്കിൽ വെറുതെ ഒന്ന് തേക്കാം. ഇതധികം തേക്കുന്നതിനോട് എനിക്ക് പേടിയാണ്. കാരണം ഇത് തേച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ അടുത്ത പ്രൊഡക്റ്റാണ് പ്രൈമർ. ഇതിനെയും കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല. ഇത് ഞാൻ അങ്ങനെ തേക്കാറില്ല. പക്ഷേ എല്ലാവരും സൺസ്ക്രീനൊക്കെ ഇട്ടത് പ്രൈമറൊക്കെ തേക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി അതൊക്കെ തേക്കണം. അടുത്തത് മസ്കാര. ഇത് ഭയങ്കര ഡാർക്കാട്ടോ. ഇത് നല്ല അടിപൊളിയാണ്. ക്യുക്ക് ഡ്രൈ ആണ്, വാട്ടർ പ്രൂഫാണ്, സംഭവം സൂപ്പറാണ്, ലൈറ്റ് വെയിറ്റ് ഒക്കെയാണ്, ചെറുതാണ്. അടുത്തത് സിന്ദൂർ. കല്യാണം കഴിച്ചവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ചിലപ്പോൾ സിന്ദൂരായിരിക്കണം. ഇടാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ. വളരെ ശരിക്കും ഇവർ പറയുന്നത് കറക്റ്റാണ്. ഇത് ലോങ് സ്റ്റേ ആണ്, ക്യുക്ക് ഡ്രൈ ആണ്, ശരിക്കും ഇറിറ്റേഷനൊന്നുമില്ല. ഞാൻ രാവിലെ ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം കുളിച്ച് പിറ്റേ ദിവസം രാവിലെ നല്ലപോലെ കഴുകിക്കളഞ്ഞാൽ അത് പോവുള്ളൂ. അടുത്തത് നമ്മുടെ ഡിഫൈനറാണ്. നമ്മുടെ ഐലൈനർ ഡിഫൈനർ, ഐബ്രോസ് ഡിഫൈനർ. അത് ബ്രൗണിഷ് കളറാണ് കേട്ടോ. വാട്ടർ പ്രൂഫാണ്, സ്മച്ച് പ്രൂഫാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് തേച്ച് നോക്കി. എൻ്റെ ഈ ഐബ്രോസൊക്കെ ഒരു ബ്രൗണിഷ് കളറാണ്. പക്ഷേ ഇതിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സൈഡൊക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ ബെറ്ററായിട്ട് തോന്നി എനിക്ക്. ഞാൻ ആകെ 2-3 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൂ. അതിൻ്റെ അറ്റ ഇരിക്കുന്നത് നല്ല ഒരു ചതുരം പോലെയൊക്കെയാണ്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ട് നമുക്ക് അടിപൊളിയായിട്ടൊക്കെ സെറ്റപ്പായിട്ടൊക്കെ ഇരിക്കും. അടുത്തത് കാജലാണ് കേട്ടോ. നെക്സ്റ്റ് ഞാൻ എടുക്കാൻ പോകണം കാജലാണ്. അത് വാട്ടർ പ്രൂഫാണ്. ഞാൻ പറയണേ എൻ്റെ വോയിസ് പെട്ടെന്ന് നേരത്തെ കയറി വന്നു. വാട്ടർ പ്രൂഫാണ്, സ്മച്ച് പ്രൂഫാണ്, സ്മൂത്തനിങ് ആണല്ലോ ഇവരൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. സംഭവം സ്മൂത്താണ് കേട്ടോ. അടിപൊളി സ്മൂത്ത് എന്ന് പറഞ്ഞാൽ അടിപൊളി. നമുക്കത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒന്ന് സ്മഡ്ജ് ഒന്ന് സ്പ്രെഡ് ചെയ്തൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സംഭവം നല്ല സെറ്റപ്പാണ് കേട്ടോ. ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു ഐ ഷാഡോ ഇട്ട പോലെ ഇരിക്കും. സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കണ്ണിന് നല്ല രസമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്മൂത്തായിട്ട് വരുന്നുണ്ട്. അടുത്തതാണ് അടിപൊളി ലിപ്സ്റ്റിക്ക്. എൻ്റെ പൊന്നി അടിപൊളി കളറാണ് കേട്ടോ. ഹൈ കളർ പേ ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലോങ് ലാസ്റ്റിംഗ്, കംഫർട്ടാണ്, ലൈറ്റ് വെയിറ്റ്, ഹൈഡ്രേറ്റിംഗ് ആണ്. എനിക്ക് പക്ഷേ രാവിലെ ഇട്ടിട്ട് ഉച്ച പോയത് പോലെ ഇനി ഫുഡൊക്കെ കഴിച്ചതുകൊണ്ടാണെന്നറിയില്ല സംഭവം. ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ ലൈറ്റായിട്ട് ഇടുന്നുള്ളൂ. ഞാൻ പുറത്ത് പോകുന്ന സമയത്ത് കുറച്ചും കൂടെ കട്ടിയായിട്ട് ഇട്ടായിരുന്നു. അപ്പോഴേക്കും എൻ്റെ ചേട്ടൻ്റെ മോള് വന്നു. അവൾക്ക് ലിപ്സ്റ്റിക്ക് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മിക്കവാറും അടിച്ചുകൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. അവൾക്ക് ഇഷ്ടമാണ്. ഇനി ഇത് ഐ ഷാഡോ പലറ്റാണ്. ഇതൊരു ചെറിയ ഐ ഷാഡോ പലറ്റ്, 4 കളേഴ്സിൻ്റെ. നല്ല
അടിപൊളിയാണ്. എനിക്ക് ഞാനങ്ങനെ ഉപയോഗിക്കാറില്ല, ഉപയോഗിച്ചിട്ടുമില്ല. ജസ്റ്റ് ഇത് വീഡിയോയ്ക്ക് വേണ്ടി ഞാനിങ്ങനത്തെ കണ്ണിലൊക്കെ പുരട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ അവൾക്ക് ചെറിയ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാമല്ലോ എന്നൊക്കെ വെച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ബട്ടർ സ്മൂത്ത് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ബട്ടറി പോലെ തന്നെ എനിക്ക് തോന്നി. എഫർട്ട്ലെസ്ലി ബ്ലെൻഡബിൾ ആണ്, ബ്രൈറ്റ് പോപ്പിംഗ് ഷെയ്ഡ്സാണ് എല്ലാം അടിപൊളിയാണ്. ഈ ഒരു മേക്കപ്പ് കിറ്റിൽ ഇത്രയും സാധനങ്ങൾ, ബ്രൈഡൽ മേക്കപ്പ് കിറ്റിൽ അടിപൊളി. അന്നൊരു ഓഫർ കിട്ടി ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് ഞാൻ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എൻ്റെ മേക്കപ്പൊക്കെ ചെയ്തതാണ്. എങ്ങനെയുണ്ട്, കൊള്ളാമോ?